السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, നോമ്പുകാലം പകൽ മുഴുവനും പട്ടിണിയുടെയും രാത്രി മുഴുവനും അമിതമോചന പാനത്തിന്റെയും മാസമായിട്ടാണ് പലരും കാണുന്നത്. രാവിലെ മുഴുവൻ പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല, അത്താഴത്തിന് കഴിക്കൂല. എന്നാൽ രാത്രിയായാൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്തത് മുതൽ അർദ്ധരാത്രി വരെ അവൻ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. പലവിധ ഫുഡുകളും ജ്യൂസുകളും അങ്ങനെ വെറൈറ്റി ഫുഡുകളൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നോമ്പെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയ മൈഥുനേച്ഛകളെ തടഞ്ഞു നിർത്തി കേവലം ശരീരത്തെയും ആരോഗ്യത്തെയും മനസ്സിനെയും ക്ഷീണിപ്പിക്കാനും ക്ഷയിപ്പിക്കാനുമല്ല നോമ്പ്. പ്രത്യുത രോഗവിമുക്തമായ ദൃഢഘാതത്തെയും മനസ്സിനെയും വാർത്തെടുക്കലും കോടി നോമ്പിലൂടെ സാധിക്കുന്നു. അതോടുകൂടി നോമ്പിൽ എന്താക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയും, എന്തിനാ അങ്ങനെ നോമ്പെടുത്തിട്ട് അങ്ങനെ ശരീരം എന്താക്കുന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത്, അല്ലെ? നോമ്പെടുത്ത് ആരോഗ്യം നഷ്ടപ്പെടും, അതുകൊണ്ട് കാര്യമില്ല, നോമ്പെടുക്കരുത്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ മതപരമായും ആരോഗ്യപരമായും സാമൂഹ്യമായും നിരവധി സൽഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ആരാധനയാണ് നോമ്പ് എന്നുള്ളത്. സഹതാപത്തിന്റെയും ദയാവായ്പിന്റെയും വികാരം നോമ്പിലൂടെ നേടിയെടുക്കാവുന്ന പ്രധാന കാര്യമാണ്. സമൂഹത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വീർപ്പുമുട്ടുന്ന ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ വിശപ്പിനെ കുറിച്ച് അനുഭവിച്ചറിയാനും ദരിദ്രരെ സഹായിക്കാനും നോമ്പ് മനുഷ്യ മനസ്സിൽ ഉൾപ്രേരണ ഉണ്ടാക്കി തീർക്കുന്നു. ഇനി നമുക്ക് ശാസ്ത്രീയമായി നോമ്പിന്റെ സംഭാവനകൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ഇസ്ലാമിലെ നോമ്പ് ആത്മീയോത്കർഷം മാത്രമല്ല, ആരോഗ്യദായകം കൂടിയാണ്. നോമ്പിന്റെ ആരോഗ്യ നേട്ടം എന്താണെന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഇങ്ങനെ വായിക്കാം. എന്ത് വായിക്കാം? قال رسول الله صلى الله عليه وسلم لكل شيء زكاة وزكاة الجسد الصوم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ വസ്തുക്കൾക്കും സക്കാത്തുണ്ട്. ശരീരത്തിന്റെ സക്കാത്ത് എന്താകുന്നു? നോമ്പാകുന്നു. നോമ്പിലൂടെ ശരീരത്തിന് ശുദ്ധി വരുന്നു എന്നത് ആത്മവിശുദ്ധി മാത്രമല്ല, രോഗങ്ങളെ തൊട്ടും മറ്റ് ശുദ്ധിയാക്കുന്നു എന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. വസൂമു തസിഹൂ, നോമ്പെടുത്ത് നിങ്ങൾ ആരോഗ്യമുള്ളവരാകൂ. നമ്മുടെ ശരീരം സ്വയം ക്രമീകരണത്തിന് വിധേയമാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ ശരീരം സ്വയം നിയന്ത്രിക്കുന്നു. രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന് സൃഷ്ടാവായ അള്ളാഹു നൽകിയിട്ടുണ്ട്. സത്പഥങ്ങൾ, മലിനജലം, വായു എന്നിവ മുഖേന നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് സൃഷ്ടാവായ അള്ളാഹു കനിഞ്ഞേകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിരോധ ശേഷി നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ശക്തി കുറയുമ്പോഴാണ് രോഗം ശരീരത്തെ ആക്രമിക്കുന്നത്. നമ്മുടെ പ്രതിരോധ ശേഷി ഇങ്ങനെ കുറയുമ്പോൾ നമുക്ക് പല രോഗങ്ങളും പിടിപെടും. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുന്നതും രോഗപ്രതിരോധത്തിന് ആവശ്യമായ ഉത്തേജനം നൽകുന്നതും. എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം അമിതമാവുമ്പോൾ ഈ ശേഷി നഷ്ടപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. അമിതാഹാരമാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത്. ദഹനേന്ദ്രിയങ്ങൾക്ക് ഇതുമൂലം അധ്വാനഭാരം കൂടുകയും അമിതമായി അന്നപഥത്തിലെത്തുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊളസ്ട്രോളും മറ്റു കൊഴുപ്പുകളുമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവ അടിഞ്ഞുകൂടി രോഗങ്ങൾക്ക് ഹേതുവാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമിതാഹാരം മാരകമായ ഹൃദ്രോഗം, ബ്ലഡ് പ്രഷർ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും അലസത, ശരീരഭാരം, അതുപോലെ തന്നെ തളർച്ച, കിതപ്പ്, ശരീരത്തിന്റെ തൂക്കം അമിതമായി വർദ്ധിക്കുക തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു. ഇസ്ലാമിലെ നോമ്പ് മിതവും ക്രമീകൃതവുമായ നിയന്ത്രണങ്ങൾക്കും ഭക്ഷണ രീതികൾക്കും വിധേയമായതിനാൽ നോമ്പുകാരൻ ഭക്ഷണ രീതിയിൽ മിതത്വം പാലിച്ചാൽ മേലെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കഴിയുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഭക്ഷണം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ഏതൊരു നോമ്പെടുത്ത ആളാണെങ്കിലും അവനിക്ക് രോഗങ്ങൾ വരും, അവന്റെ പ്രതിരോധ ശേഷി കുറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതുപോലെ നടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.